അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഉമ്മയെ പോലെ തന്നെയാണ് നമ്മുടെ ബാക്കി എന്താണ് ഉപ്പയും. അപ്പോൾ അവിടെ ഉപ്പയും എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പം ആദ്യം നമുക്കൊന്ന് ആ ബ്രാക്കറ്റ് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കാം. മുസാഫഹത്ത്, സ്വഗീറ, ഇൻഷാ അല്ലാഹ്, ഉപ്പയും, വളർച്ചയ്ക്ക് കാരണമായത്, നിർബന്ധവുമാണ്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ ഉപ്പയും എന്നുള്ളതാണ്. ഉമ്മയെ പോലെ തന്നെയാണ് നമ്മുടെ ഉപ്പയും. രണ്ടാമത്തത് ലാ ബഅസ തഹൂറുൻ, ഇൻഷാ അല്ലാഹ്. അപ്പം ബ്രാക്കറ്റിൽ നിന്നും ഇൻഷാ അല്ലാഹ് എന്നുള്ളതാണ് എടുത്തെഴുതേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു പാഠത്തിൻ്റെ ഹെഡിങ് തന്നെയാണ് ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂല് രോഗിയെ സന്ദർശിക്കുമ്പോൾ പറയാറുള്ള ഒരു ആശ്വാസ വാക്കാണ് ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്നുള്ളത്. ഇനി മൂന്നാമത്തത് സലാം പറയുമ്പോൾ സുന്നത്താണ്. അപ്പോൾ സലാം പറയുമ്പോൾ എന്താണ് സുന്നത്ത്? മുസാഫഹത്ത്, അപ്പോൾ കൈ പിടിക്കൽ അല്ലേ. അപ്പോൾ സലാം പറയുമ്പോൾ കൈ പിടിക്കലിന് അതിന് പറയുന്ന പേരാണ് മുസാഫഹത്ത്. അപ്പോൾ സലാം പറയുമ്പോൾ സുന്നത്താണ്, മുസാഫഹത്ത് എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. നാലാമത്തത് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി, ബാക്കി എന്താണ് സ്വഗീറ എന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും സ്വഗീറ എന്നുള്ളത് എടുത്തെഴുതുക. ഇനി അഞ്ചാമത്തത് ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഇമാം നവവി റഹ്മഹുല്ലാഹിയുടെ വളർച്ചയ്ക്ക് കാരണമായത്. അപ്പോൾ അവിടെ വളർച്ചയ്ക്ക് കാരണമായത് എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. ഇനി ആറാമത്തത് സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? നിർബന്ധവുമാണ് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. തെറ്റ് ശരിയാക്കി എഴുതാം. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എഴുതിയത് മുഴുവൻ തെറ്റ് ആയിക്കൊണ്ടാണ് അത് എഴുതിയത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ശരിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത് വലിയ സംഘം ചെറു സംഘത്തിന് സലാം പറയണം. വലിയ സംഘം ചെറിയ സംഘത്തിന് സലാം പറയണം എന്നുള്ളതാണ് അവിടെ എഴുതിയത്. അപ്പോൾ നമ്മൾ സലാം പറയുന്നതിൻ്റെ രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇവിടെ ഏതാണ് തെറ്റ്? അത് ശരിയാക്കി എഴുതാനാണ് പറയുന്നത്. എങ്ങനെയാണ്? വലിയ സംഘമല്ല ചെറിയ സംഘത്തിന് സലാം പറയേണ്ടത്. ആരാണ്? ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയണം. അപ്പം അതാണ് അവിടെ ശരി. ചെറു സംഘം വലിയ സംഘത്തിന് സലാം പറയണം. അപ്പം അങ്ങനെ അവിടെ ശരിയാക്കി എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കുറഞ്ഞ പ്രതിഫലം. അങ്ങനെയാണ് അവിടെ എഴുതിയത്. കുറഞ്ഞ പ്രതിഫലമാണോ? അല്ല. അത് ശരിയാക്കി എഴുതുമ്പോൾ മടക്കിയവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം. അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തത് രണ്ടാൾ കാണുമ്പോൾ ആദ്യം സലാം പറയേണ്ടത് അവരിൽ വലിയവൻ എന്നാണ് അവിടെ കൊടുത്തത്. അപ്പം ഏതാണ്? ചെറിയ ആളാണ് അല്ലേ. അപ്പം അത് ശരിയാക്കി എഴുതുക. രണ്ടാൾ കാണുമ്പോൾ ആദ്യം സലാം പറയേണ്ടത് അവരിൽ ചെറിയവനാണ് അല്ലേ. ഇനി അവസാനത്തെ ചോദ്യമാണ് നാലാമത്തത്. അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ പ്രയാസം പകരും. അതാണ് ഇവിടെ കൊടുത്തത്. അപ്പം അത് തെറ്റാണ്. അപ്പം ശരിയായ രൂപത്തിൽ എങ്ങനെ എഴുതും? അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ആശ്വാസം പകരും. അതാണ് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ പഠിച്ച ശരിയായിട്ടുള്ള രൂപം. അപ്പോൾ അതവിടെ എടുത്തെഴുതുക. ഇനി മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ് തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന? അതിനുത്തരമായി വരുന്നത് മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന. മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഏത്? മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന. ഇനി രണ്ടാമത്തെ ചോദ്യം, ഉമ്മയുടെ കാൽ കീഴിലുള്ള
സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഉത്തരം, ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം. ഉമ്മയുടെ ഇഷ്ടം സമ്പാദിച്ചാലേ ഉമ്മയുടെ കാൽ കീഴിലുള്ള സ്വർഗം നമുക്ക് ലഭിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവിടെ ഉത്തരമായി വരുന്നത് ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ എന്ത് പറയണം? ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ എന്ത് പറയണം? ഉത്തരം, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് പറയേണ്ടത്. ഇനി നാലാമത്തെ ചോദ്യം, ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നു. എന്തായിരുന്നു ലക്ഷ്യം? കണ്ണ് വേദനയുള്ള തൻ്റെ സ്വഹാബിയെ സന്ദർശിക്കൽ. അപ്പം കണ്ണ് വേദനയുള്ള തൻ്റെ സ്വഹാബിയെ സന്ദർശിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്നത്. ഇനി നാലാമത്തെ ഭാഗമാണ് വിട്ടത് ചേർക്കാം. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ. അപ്പോൾ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ 6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 6 തന്നിട്ടുണ്ട്. പക്ഷേ ചില എണ്ണത്തിൻ്റെ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? വിട്ട ഭാഗത്ത് അത് ചേർത്തി എഴുതണം. ഒന്നാമത്തത് കാണുമ്പോൾ സലാം പറയൽ, അതവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ക്ഷണം സ്വീകരിക്കൽ, അതാണ് നമ്മൾ അവിടെ രണ്ടാമത്തതിൻ്റെ ഭാഗത്ത് എഴുതാനുള്ളത്, ക്ഷണം സ്വീകരിക്കുക. മൂന്നാമത്തത് സതുപദേശം തേടിയാൽ നന്മ ഉപദേശിക്കൽ. 4, തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അവനോട് യർഹമുക്കല്ലാഹ് എന്ന് പറയൽ, അതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അഞ്ചാമത്തത് എന്താണ്? രോഗിയായാൽ ചെന്നു കാണൽ. 6ാമത്തത് ജനാസയെ അനുഗമിക്കൽ. അപ്പം 6 അവിടെ എഴുതി കഴിഞ്ഞാൽ 12 മാർക്ക് ലഭിക്കും. ഇനി ഏറ്റവും 5ാമത്തെ ഭാഗമാണ് പൂരിപ്പിക്കാം എന്നുള്ളത്. അല്ലാഹുമ്മ റബ്ബ നാസി മുദ്ഹിബൽ ബഅസി ഇശ്ഫി അൻത ഷാഫി ലാ ഷാഫിയ ഇല്ല അൻത ഷിഫാഅൻ ലാ യുആദിറു സഖമ. അപ്പോൾ അവിടെ നമ്മൾ എഴുതി ചേർക്കാനുള്ളത് അന്നാസി മുദ്ഹിബൽ ബഅസി എന്നും ഷിഫാഅൻ ലാ യുആദിറു എന്നും ഉള്ളതാണ്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് 6ാമത്തത്. രോഗസമയം നാം ചെന്നു കാണേണ്ട 3 പേർ എഴുതാം. 3 പേരെ എഴുതാം. രോഗസമയം നാം ചെന്നു കാണേണ്ട 3 പേരെ എഴുതാം. ആരൊക്കെയാണ്? 1 നമ്മുടെ കൂട്ടുകാർ, 2 ബന്ധുക്കൾ, 3 അയൽവാസികൾ. അപ്പം ഇവരെയും എന്ത് ചെയ്യണം? രോഗസമയം നമ്മൾ ചെന്ന് കാണണം. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.